ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് അതിക്രമം കാട്ടുകയും തുടർന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിൽ കയറി അക്രമം കാട്ടുകയും ഫോൺ എടുത്തുകൊണ്ടു പോകുകയും ചെയ്തുവെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കായംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കോൺഗ്രസ് ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് 50 മീറ്റർ മുൻപിൽ വടം കെട്ടിയും ബാരിക്കേഡ് കെട്ടിയും പോലീസ് തടഞ്ഞു. തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് അതിക്രമം കാട്ടുകയും തുടർന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിൽ കയറി ആക്രമം കാട്ടുകയും ഫോൺ എടുത്തുകൊണ്ടുപോകുകയും ചെയ്തുവെന്ന ആരോപണവുമായാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കായംകുളത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. കോൺഗ്രസ് ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് 50 മീറ്റർ മുൻപിൽ വടം കെട്ടിയും ബാരിക്കേഡ് തീർത്തും പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ മുന്നോട്ട് പോകുവാൻ ശ്രമിച്ചു. തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ണിന്റെ എംബാങ്ക്മെന്റിന് പകരം പില്ലർ എലിവേറ്റഡ് ഹൈവേ വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്തൊരു ചെറുപ്പക്കാരനെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ എന്തോ ചെയ്യുമെന്നായി പറഞ്ഞു വരുന്നത്. എന്നാ വെല്ലുവിളിക്കുക, റിയാസിനെ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് മുന്നിൽ നിർത്തിത്തരാം, നിങ്ങളൊക്കെ ചെയ്യാവുന്ന അങ്ങോട്ടൊക്കെ ചെയ്യാൻ നോക്കും. രോമത്തിൽ തൊടാൻ ഉള്ള ധൈര്യം നിങ്ങളുടെ ഒന്നും ഷീൽഡിനും നിങ്ങളുടെ ഒന്നും യൂണിഫോമിനും നെയിം ബോർഡ് ഇല്ലാത്ത ഷർട്ടിനും ലാത്തയ്ക്കും ഒന്നും ഇല്ല എന്ന് കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക. പറയാ സമരം അതിന്റെ വഴിക്ക് തന്നെ പോകും. ഇവിടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പില്ലർ എലിവേറ്റഡ് ഹൈവേ കൊണ്ടുവരുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകും. തല്ലി ഒതുക്കാൻ പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ അതിന് വരണമെന്ന് മാത്രം വളരെ സ്നേഹത്തോടെ, ഞാൻ അങ്ങനെ ഒരു അക്രമകാരി ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ വെല്ലുവിളിക്കുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, കുറച്ചു നേരം കൂടി ഇവിടെ കാണും. ആർക്കെങ്കിലും കഴിഞ്ഞ ദിവസത്തിന്റെ ബാക്കി ആർക്കെങ്കിലും വല്ലാതെ ഒന്ന് കൈതരിച്ചിട്ട്, ഞങ്ങളുടെ ഈ സഹപ്രവർത്തകരെല്ലാം ഇവിടെ നിറഞ്ഞിരിക്കുകയാണല്ലോ, ആരുടെയെങ്കിലും നെഞ്ചത്ത് കയറാൻ തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായ ബാരിക്കേഡ് തുറന്ന് പുറത്തോട്ട് പറഞ്ഞ് ഞങ്ങളുടെ ഈ കൊടി കെട്ടുന്ന ഒരു കമ്പ് പോലും ഇല്ല, കയ്യിലുള്ളത് ചങ്കൂറ്റമാണ്. ആ ചങ്കൂറ്റത്തോടെ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉദ്ഘാടനത്തിന് ശേഷവും പ്രവർത്തകർ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് പോകുവാൻ ശ്രമിച്ചിരുന്നു. പോലീസ് ഫോൺ മോഷ്ടിച്ചെന്ന് ആരോപിച്ച പ്രവർത്തകർ മോഷ്ടിച്ച ഫോൺ റീചാർജ് ചെയ്ത് പോലീസിന് ഉപയോഗിക്കുവാനായി 200 രൂപ എറിഞ്ഞുകൊടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആഹ്വാനപ്രകാരമാണ് പ്രവർത്തകർ തുക സ്വരൂപിച്ച് പോലീസിന് കൊടുത്തത്. ഇത് സമരത്തിനിടയിലെ വേറിട്ട കാഴ്ചയായി. നമ്മുടെ സഹപ്രവർത്തകന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചോണ്ടുപോയി, അത് അവൻ കൊണ്ടുപോയി ഉപയോഗിക്കട്ടെ. അതിൽ റീചാർജ് ചെയ്യാനുള്ള 200 രൂപ ഞാൻ പ്രസംഗം കഴിയുന്നതിന് മുന്നേ അവന് ഇതിനകത്തിട്ട് കൊടുക്കണം. എല്ലാവരും കൂടെ പൈസ ഇട്ടാൽ 200 രൂപ. ആ ഫോൺ മോഷ്ടിച്ചോണ്ട് പോയ നിനക്ക് നിന്റെ ഫോൺ KP സെക്രട്ടറിന്റെ പൈസ ഇട്ടിട്ടുണ്ട്, ഇത് അവന്റെ കൊടുത്തേരാ, ഇത് അവന്റെ കൊടുത്തേരാ. അവന് റീചാർജ് ചെയ്യാനുള്ള പൈസ അങ്ങോട്ടങ്ങ് വെച്ചേരാ. ഇത് നീ കൊണ്ടുപോയി റീചാർജ് ചെയ്തിട്ട് നിനക്ക് വിളിക്കാനുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചിട്ട് പറയണം 1.5 കൊല്ലത്തിന് ചെയ്യാൻ പറ്റുന്ന സംരക്ഷണം മൊത്തം തന്നേക്കണം. അത് കഴിയുമ്പോ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MP പ്രവീൺ സമരത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ PS അനുതാജ്, അനിത ബാബു,
നേതാക്കളായ ഷമീം ചിരാമത്ത്, അജിമോൻ കണ്ടല്ലൂർ, നൌഫൽ ചെമ്പകപ്പള്ളി, വിശാഖ വത്തിയൂർ, റെജിന സുണ്ണിത്താൻ, NP വിമൽ, മിഥുൻ മയൂരം, നിതിൻ എ പുതിയിടം, അനന്തനാരായണൻ, KPCC സെക്രട്ടറി കറ്റാനം ഷാജി, E സമീർ, N രവി, ത്രിവിക്രമൻ തമ്പി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ T സൈലാബ്ദീൻ, ചെറുപ്പുറത്ത് മുരളി, DC സെക്രട്ടറി AJ ഷാജഹാൻ, അവിനാശ് ഗംഗൻ, AP ഷാജഹാൻ, KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ്, ദീപക് എരുവ, ആസിഫ് സെലക്ഷൻ, അഫ്സൽ പ്ലാമൂട്ടിൽ, സജീദ്, ശിവമോഹൻ, ആര്യ ബോബൻ, കൃഷ്ണ അനു, ശ്രീകുട്ടൻ, കുമാരപുരം, മുബാറക്ക്, ശരണ്യ, സംഗീത ജാലി തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.